Okay students, ഈ വീഡിയോയിൽ ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ സിലബസിലെ 14th എക്സ്പെരിമെൻ്റ് ആണ്. ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ ഈസ് ദ ജനറൽ പോസ്റ്റ് ഓഫീസ് വിഷസ് ടു ഗീവ് preferential treatment to its customers. They have identified the customer categories as defense personnel, differentially abled, senior citizen and normal persons. The customers are to be given preferences in the decreasing order. The order is differentially abled, senior citizen, defense personnel and normal persons. Generate the possible sequence of completion. This is the question. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പോസ്റ്റ് ഓഫീസിനകത്ത് അവരുടെ കസ്റ്റമേഴ്സ് 4 കാറ്റഗറീസ് ഉണ്ട്. ഡിഫൻസ് പേഴ്സണൽ, ഡിഫറൻഷ്യലി ഏബിൾഡ്, സീനിയർ സിറ്റിസൺ ആൻഡ് നോർമൽ പേഴ്സൺസ്. ഈ 4 കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സിനെയും അവർ പ്രിഫറൻസ് കൊടുത്ത് ആണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്, അവരുടെ കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യുന്നത്. ദ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് ഓർഡറിലുള്ള പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യലി ഏബിൾഡ് ഈസ് ഹൈ പ്രിഫേർഡ് customer and senior citizen is the next one, and defense personnel is the third one, and normal person is the last preferred customer. That is the least preferred customer. High preference customer is the differentially abled, and low least preferred customer is the normal persons, and senior citizen and defense personnel are in between these two. The question is they generate the possible sequence of completion. അതായത് ഈ പോസ്റ്റ് ഓഫീസിൽ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആ വരുന്ന ആൾക്കാരെ എങ്ങനെയാണ്, അതൊരു ക്യൂ ആയിരിക്കും. ആ ക്യൂവിൽ ഈ പ്രിഫറൻസ് വഴി അവരെ മാനേജ് ചെയ്ത് അവരുടെ ആ റിക്വയർമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത് ഒരു പ്രിഫറൻസ് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുള്ളതാണ് പ്രയോറിറ്റി ക്യൂ. പ്രയോറിറ്റി ക്യൂ വെച്ചിട്ടാണ് ഇത് പ്രയോറിറ്റി ക്യൂ വെച്ചിട്ടാണ് ഇത് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് നമ്മൾ പ്രയോറിറ്റി ക്യൂ വെച്ച് സോൾവ് ചെയ്യേണ്ടത് യൂസിങ് ഹീപ്പാണ്. അപ്പോൾ ഹീപ്പ് എന്ന് പറയുന്നത് ഒരു ഡാറ്റാ സ്ട്രക്ചർ നിങ്ങൾ എന്താണെന്ന് പഠിക്കണം. പഠിച്ചിട്ട് ആ ഹീപ്പിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് പ്രയോറിറ്റി ക്യൂ എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ before going to that, we need to understand what is the heap. The heap is a special kind of complete binary tree data structure that satisfies the heap property. Heap എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് കംപ്ലീറ്റ് ബൈനറി ട്രീ ഡാറ്റാ സ്ട്രക്ചറാണ്. വാട്ട് ഈസ് കംപ്ലീറ്റ് ബൈനറി ട്രീ? ബൈനറി ട്രീ യു നോ, a node has maximum number of children is 2. that is left child and right child. ഒരു നോഡിന് മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ 2 വെച്ച് ഫോം ചെയ്തിരിക്കുന്ന ട്രീ ആണ് നമ്മൾ ബൈനറി ട്രീ എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ കംപ്ലീറ്റ് ബൈനറി ട്രീ? കംപ്ലീറ്റ് ബൈനറി ട്രീ മീൻസ് the level of the tree is equal. That is the every node is enqueued or inserted in the tree is from left to right. ഒരു നോഡ് വന്നു കഴിഞ്ഞാൽ ആ നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് ആദ്യം രണ്ടാമത് ഫില്ലാവും, ദെൻ റൈറ്റ് ചൈൽഡ് ഫില്ലാവും, ദെൻ അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ചൈൽഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് പിന്നെ ഫില്ലാവും, ദെൻ അതിൻ്റെ റൈറ്റ് ഫില്ലാവും, ദെൻ അത് കഴിഞ്ഞിട്ട് മാത്രമേ റൈറ്റ് ചൈൽഡിൻ്റെ ലെഫ്റ്റ് ദെൻ റൈറ്റ് ഇങ്ങനെ ഫില്ലാവുന്നത്. അതായത് ഇതാണ് എൻ്റെ ഓർഡർ. ഇത് 0th ഇൻഡെക്സിൽ ഇരിക്കുന്നത് നമ്മുടെ ഒരു അറേയാണ്. ആ അറേയെ നമ്മൾ ട്രീ ഫോമിലേക്ക് കൊണ്ടുവരുന്നു. അറേ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 6 elements ആണുള്ളത്. അത് 0th ഇൻഡെക്സിലൊന്ന് ഈ എലമെൻറ്റ്, ഫസ്റ്റ് ഇൻഡെക്സിൽ ഇത്, സെക്കൻഡ് ഇൻഡെക്സിൽ ഇത്, തേർഡ് ഇൻഡെക്സിൽ ഇത്, 4th ഇൻഡെക്സിൽ ഇത്, 5th ഇൻഡെക്സിൽ ഇത്. മനസ്സിലായി? ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് പോകുന്നത്. ഇതൊരു അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലുള്ള അറേഞ്ച്മെൻറ്റാണ് ഹീപ്പിനകത്തുള്ളത്. ഒന്ന് മിൻ ഹീപ്പ് ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ഈസ് മാക്സ് ഹീപ്പ്. അപ്പോൾ ഈ 2 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഹീപ്പാണ്, ഒരു ബൈനറി ട്രീ ഡാറ്റാ സ്ട്രക്ചറാണ് ഹീപ്പ് എന്നുള്ളത്. സോ വാട്ട് ഈസ് മിൻ ഹീപ്പ് ആൻഡ് മാക്സ് ഹീപ്പ്? അതിൻ്റെ പ്രോപ്പർട്ടിയാണ് വേണ്ടത്. ദ പാരൻറ്റ് നോഡ്സ് വാല്യൂ ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ ചിൽഡ്രൻസ് നോഡ് വാല്യൂ. അതായത് ഒരു പാരൻറ്റ് നോഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചൈൽഡ് നോഡ്സിനേക്കാൾ കൂടുതലായിരിക്കും.
ആ രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു ട്രീ ആണ് മാക്സ് ഹീപ്പ് എന്ന് പറയുന്നത്. ദ പ്രോപ്പർട്ടി എൻഷുവേഴ്സ് ദാറ്റ് ദ ലാർജസ്റ്റ് എലമെൻറ്റ് ഇൻ ദ ഹീപ്പ് ഈസ് ആൾവേസ് അറ്റ് ദ റൂട്ട്. അപ്പോൾ ഈ 3 എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു മാക്സ് ഹീപ്പ് ആണെങ്കിൽ ആ എലമെൻറ്റ്സുകളുടെ ഏറ്റവും ഹയസ്റ്റ് എലമെൻറ്റ് ഈ റൂട്ടിലായിരിക്കും ഇരിക്കുന്നത്. ദ മാക്സ് ഈസ് കോമൺലി യൂസ്ഡ് ടു ഇംപ്ലിമെൻറ്റ് പ്രയോറിറ്റി ക്യൂ. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് വേണ്ടത് ഈ മാക്സ് ഹീപ്പ് എന്ന് പറയുന്ന ഡാറ്റാ സ്ട്രക്ചറാണ് വേണ്ടത്. അപ്പോൾ മാക്സ് ഹീപ്പ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി കാണും. ഈ ഹീപ്പിനകത്തുള്ള നോഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചൈൽഡ് നോഡ്സിൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. ഇപ്പോൾ എല്ലാ നോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിപ്പോൾ 3 ആണ്, അതിൻ്റെ ചൈൽഡ് 3 × 2 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആണ്. മനസ്സിലായില്ലേ? റൂട്ടിൻ്റെ വാല്യൂ അതിൻ്റെ ചൈൽഡിനേക്കാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആയിരിക്കും. ഇവിടെ ഈ നോഡ് 3 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചൈൽഡ് 1 ഉം 2 ആണ്. ആ 1 എന്ന് പറഞ്ഞാൽ 3യേക്കാൾ ചെറുതും 2 3യേക്കാൾ ചെറുതുമാണ്. അതുപോലെ ഈ നോഡ് എടുത്തു കഴിഞ്ഞാൽ 2-നേക്കാൾ ചെറുതാണ് അതിൻ്റെ ചൈൽഡ് 1. അതുപോലെ ഇതിൽ 3യേക്കാൾ ചെറുത് അല്ലെങ്കിൽ ഈക്വലാണ് അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ്, റൈറ്റ് ചൈൽഡ് ലെസ് ദാൻ ആണ്. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ മാക്സ് ഹീപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ അറേ ഇങ്ങനെയാണ് ഇരുന്നത്. 1 2 3 2 3 1 എന്നുള്ള അറേയുടെ എലമെൻറ്റ് നമ്മൾ മാക്സ് ഹീപ്പ് വഴി നമ്മളൊരു ട്രീ ഫോം ചെയ്ത് കംപ്ലീറ്റ് ബൈനറി ട്രീ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ഇരിക്കുന്നു. 3 3 2 1 2 1. അതായത് 0th ഇൻഡെക്സ് ഇരിക്കുന്ന 1 നേരെ 3rd ഇൻഡെക്സിലോട്ട് പോകും, അവിടെ 3 വരും. ദെൻ ഫസ്റ്റ് ഇൻഡെക്സിലിരിക്കുന്ന 2 നേരെ 2nd ഇൻഡെക്സിലേക്ക് പോകും, അവിടെ അടുത്ത 3 വരും. അപ്പോൾ ഇങ്ങനെ ഈ ഇൻഡെക്സ് പൊസിഷൻസ് മാറി ഇത് റീഅറേഞ്ച് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന അതായത് റൂട്ടിലിരിക്കുന്ന എലമെൻറ്റ് ഈ അറേയുടെ ഏറ്റവും ഹയസ്റ്റ് എലമെൻ്റ് ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള എലമെൻറ്റ് ഏറ്റവും ടോപ്പിൽ വരും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു കുറേ എലമെൻറ്റ്സ് എടുത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് എലമെൻറ്റ് ആരെന്ന് നോക്കിയാൽ അതിന് റൂട്ടിൽ നോക്കിയാൽ മതി. ദ ലാർജസ്റ്റ് എലമെൻറ്റ് ഇൻ ദ അറേ വിൽ ബി അറ്റ് ദ റൂട്ട്. അപ്പോൾ ഇത് ഒറ്റ സെർച്ചിൽ നമുക്ക് ഇതിൻ്റെ ടോപ്പ് എലമെൻറ്റ് ലാർജസ്റ്റ് എലമെൻറ്റ് നമുക്ക് ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള എലമെൻറ്റ് നോഡ് ഏറ്റവും ടോപ്പിൽ വരും. ദെൻ ഡിക്രീസിങ് ഓർഡറിൽ അതിൻ്റെ ഈക്വൽ പ്രയോറിറ്റി ഓർ ലെസ് പ്രയോറിറ്റി ഉള്ള എലമെൻറ്റ്സുകളെല്ലാം താഴേക്ക് അറേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രയോറിറ്റി വെച്ചിട്ടുള്ള കാര്യമാണ് ചേർക്കുന്നത്. ദാറ്റ് ഈസ് ദ മാക്സ് ഹീപ്പ്. ഇതിൻ്റെ അടുത്തൊരു അറേ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ എ നോഡ് അറ്റ് ഇൻഡെക്സ് ഐ. ഒരു നോഡ് ഇൻഡെക്സ് പൊസിഷൻ ഇതാണ് ഇതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ 0 1 2 3 4 5. അത് ഈ അറേയുടെ ഇൻഡെക്സ് പൊസിഷൻ. ഈ ഇൻഡെക്സ് പൊസിഷൻ ഐയിലിരിക്കുന്ന ഒരു നോഡിന് താഴെ പറയുന്ന പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ലെഫ്റ്റ് ചൈൽഡ് ഈസ് അത് ആ ith നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡ്. ഫോർ എക്സാമ്പിൾ I 1 ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് വിൽ ബി അറ്റ് 2 × I + 1. I means 1, 2 × I means 2 × 1 means 2 + 1 3. കണ്ടില്ലേ? 3-ലായിരിക്കും ഇതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് ഇരിക്കുന്നത്. ദെൻ അതിൻ്റെ റൈറ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ 2 × I + 2-ലാണ്. 2 × I means 2 × 1 2 + 2 means 4. കണ്ടില്ലേ? അതുപോലെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് ഇത് ഇൻഡെക്സ് 2 ആണ്. 2 × I means 2 × 2 4 + 1 എന്ന് പറഞ്ഞാൽ 5-ലാണ് അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ്. അതുപോലെ റൈറ്റ് ചൈൽഡ് ഇതിൻ്റെ ഇവിടെയാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റാണ് നമ്മൾ മാക്സ് ഹീപ്പ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ പാരൻറ്റ് ഒരു ith നോഡിൻ്റെ പാരൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫോർ എക്സാമ്പിൾ ഈ നോഡിൻ്റെ പാരൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? I 3 - 1 means 2 / 2 means 1. കണ്ടില്ലേ? ഇതിൻ്റെ പാരൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് 1th ഇൻഡെക്സ് പൊസിഷൻ 1-ലായിരിക്കും ഇതിൻ്റെ പാരൻറ്റ് ഇരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പാരൻറ്റ് അത് സെയിം തന്നെയാണ്. 2 - the index of the 2 is 4 - 1 means 3 / 2 means 1 point something. അതിൻ്റെ ഇൻറ്റീജർ പോർഷൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് റൈറ്റ് ചൈൽഡിൻ്റെയും ലെഫ്റ്റ് ചൈൽഡിൻ്റെയും റൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാരൻ്റ് എന്ന് പറഞ്ഞാൽ സെയിം ഇൻഡെക്സിലായിരിക്കും ഇരിക്കുന്നത്. അത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ I - 1/2. അതുപോലെ ഈ ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ 2
2 minus 1 means 0, അല്ല 2 minus 1 means 1, 1/2 means 0.5 ആണ്, അത് 0th ഇൻഡെക്സ്. അതുപോലെ ഇത് 1 minus 1 means 0, 0/2 means 0 ആണല്ലേ. അതുപോലെ ഇത് 5 minus 1 means 4, 4/2 means 2 ആണല്ലേ, ഇതിൻ്റെ പാരൻറ്റ് 2. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാരൻറ്റ് കണ്ടുപിടിക്കുന്ന ഒരു നോഡിൽ നിന്ന് അതിൻ്റെ ചൈൽഡും കണ്ടുപിടിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് ഈ കാൽക്കുലേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചോളണം. ഇത് നമുക്ക് ഈ ആപ്ലിക്കേഷനകത്ത് പ്രോഗ്രാം ചെയ്യുമ്പോൾ വേണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഒരു നോഡിൽ നിന്ന് അതിൻ്റെ ചിൽഡ്രൻ്റെ പൊസിഷൻ, ഇൻഡെക്സ് പൊസിഷൻ കണ്ടുപിടിക്കാം. ഒരു നോഡിൽ നിന്ന് അതിൻ്റെ റൂട്ട് പാരൻറ്റിൻ്റെ ഇൻഡെക്സ് പൊസിഷനും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻഡെക്സ് പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചിൽഡ്രൻസിനെയും കണ്ടുപിടിക്കാം, അതിൻ്റെ പാരൻറ്റിനെയും കണ്ടുപിടിക്കാം. ഇനി ഈ നോഡിലേക്ക് എങ്ങനെയാണ് ഇൻസേർഷൻ പ്രൊസീജിയർ ചെയ്യേണ്ടത്? എൻ്റെ പ്രൊസീജിയർ ഇതാണ്. എ ന്യൂ എലമെൻറ്റ് ഈസ് ആഡഡ് ടു ദ എൻഡ് ഓഫ് ദ ട്രീ. ഇതിനകത്തൊരു ന്യൂ എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇനി ഒരു എലമെൻറ്റ് വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 4 എന്ന് പറയുന്ന നമ്പർ വന്നു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ആൾറെഡി 5 എലമെൻറ്റ്സ് ഉണ്ട്, 0 to 5 വരെ ഉണ്ട്, 6 എലമെൻറ്റ്സ് ഉണ്ട്. അതായത് 5th ഇൻഡെക്സും ഫില്ലാണ്. അപ്പോൾ അടുത്ത 6th ഇൻഡെക്സ് ആയിട്ടാണ് ഇത് വരുന്നത്, ഇവിടെ ആയിട്ട് വരും. ഇറ്റ് ഈസ് ദെൻ കമ്പയർഡ് ടു ഇറ്റ്സ് പാരൻറ്റ്. അപ്പോൾ 6th പാരൻറ്റ് ആരെന്ന് പറഞ്ഞാൽ 6 minus 1 means 5, 5/2 means 2. ഈ 2-ലിരിക്കുന്ന എലമെൻറ്റുമായിട്ട് കണ്ട് സപ്പോസ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന 4 ആണെങ്കിൽ 4ഉം 2ഉം കൂടെ കമ്പയർ ചെയ്യും. ദെൻ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ലാർജർ ദേ ആർ സ്വാപ്ഡ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വന്ന എലമെൻറ്റും അതിൻ്റെ റൂട്ടിലിരിക്കുന്ന പാരൻറ്റ് എലമെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വന്ന എലമെൻറ്റ്, പുതുതായിട്ട് വന്ന എലമെൻറ്റ് വലുതാണെങ്കിൽ അതിനെ സ്വാപ്പ് ചെയ്യും. അതായത് 4 ഇവിടെ വരും, 2 ഇവിടെ വരും. അപ്പോൾ 4 ഇവിടെ ആയി, പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്ത് 4 ഇവിടെ ആയി. മനസ്സിലായില്ലേ? അപ്പോൾ ദിസ് ഈസ് നോട്ട് ദ ഫൈനൽ റൂട്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് പിന്നെയും റൂട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് ഈ പ്രോസസ്സ് കണ്ടിന്യൂ. ദ പ്രോസസ്സ് അതായത് ബബ്ലിങ് അപ്പ് ഓർ പുഷിങ് അപ്പ് ഓർ ഹീപ്പ് അപ്പ്, അതായത് ഇതിൽ നിന്ന് മേളിലോട്ടാണ് പോകുന്നത്. മനസ്സിലായില്ലേ? തൊട്ട് മുകളിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് ബബ്ലിങ് അപ്പ്, പുഷിങ് അപ്പ് ഓർ ഹീപ്പ് അപ്പ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് അണ്ടിൽ ന്യൂ എലമെൻറ്റ് ഈസ് ഇൻ ദ കറക്റ്റ് പൊസിഷൻ ഓർ റീച്ച് ടു ദ റൂട്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ഇവിടെ പോയി 4 ഇവിടെ വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇൻഡെക്സ് പൊസിഷനിലിരിക്കുന്നതിന് പാരൻ്റ് ഉണ്ടോ എന്ന് നോക്കുക. 2 minus 1 means 1, 1/2 means 0. അപ്പോൾ ഇതിവിടെ പാരൻ്റ് ഉണ്ട്. അപ്പോൾ ഈ പാരൻറ്റിൻ്റെ എലമെൻറ്റ് ഇതും വീണ്ടും ഈ വന്ന 4ഉം ചേഞ്ച് ചെയ്ത് വന്ന 4ഉം തമ്മിൽ കമ്പയർ ചെയ്യും. 4 ഈസ് ബിഗർ, ദെൻ 4 ഇവിടെ വരും, 3 ഇവിടെ വരും. മനസ്സിലായില്ലേ? അപ്പം 4 ഏറ്റവും ടോപ്പിൽ 4 എത്തി, ദെൻ 3 ആയി, ദെൻ 2 ആയി. ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് വരും. അപ്പം ഈ ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ബിഗ്ഗസ്റ്റ് എലമെൻ്റ് ആണെങ്കിൽ ഈ ട്രീ മൊത്തം റീഅറേഞ്ച് ചെയ്ത് ബിഗ്ഗസ്റ്റ് എലമെൻറ്റ് ഏറ്റവും ടോപ്പിൽ പോകും. അതാണ് ഏറ്റവും മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഹീപ്പ് അപ്പ് അല്ലെങ്കിൽ പുഷിങ് അപ്പ് ഓർ ബബ്ലിങ് അപ്പ് എന്ന് പറയുന്നത്. ദിസ് ഫോർമേഷൻ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ട്രീ ഈസ് യൂസിങ് ടു ഇൻസേർട്ട് എ ന്യൂ എലമെൻറ്റ്. മനസ്സിലായില്ലേ? ഇനി ഡിലീഷൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷനാണ് ചെയ്യുന്നത്. ഡിലീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ റൂട്ടിലിരിക്കുന്ന എലമെൻറ്റാണ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. അതാണ് അതിൻ്റെ മാക്സ് ഹീപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് എലമെൻറ്റിനെയാണ് അത് അതായത് ഇതിൻ്റെ ലാസ്റ്റ് എലമെൻ്റ് അല്ല, ഹയസ്റ്റ് പൊസിഷനിലേക്ക് 0th ഇൻഡെക്സ് ഇരിക്കുന്ന എലമെൻറ്റിനെ റിമൂവ് ചെയ്യുന്നത്. ദ റൂട്ട് ഈസ് റിമൂവ്ഡ് ആൻഡ് ദ ലാസ്റ്റ് എലമെൻറ്റ് ഇൻ ദ ഹീപ്പ് ഈസ് മൂവ്ഡ് ടു ദ റൂട്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇപ്പോൾ പുതുതായിട്ട് വന്ന 4 ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന എലമെൻറ്റ് റൂട്ടാണ്, ട്രീ ആണെങ്കിൽ, ഹീപ്പാണെങ്കിൽ ഈ 3 അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് എലമെൻ്റ് എന്ന് ഏറ്റവും ലാസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ ഇരിക്കുന്ന എലമെൻറ്റ് 5th ഇരിക്കുന്നത്. ഇത് നേരെ ഇവിടെ വരും, 1ലേക്ക് വരും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ദ ന്യൂ റൂട്ട് ഈസ് ദെൻ കമ്പയർഡ് ടു ഇറ്റ്സ് ചിൽഡ്രൻ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാക്സ് ഹീപ്പിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ നോഡിൻ്റെ ചിൽഡ്രൻസിനേക്കാൾ വലിയ നമ്പറായിരിക്കും ഈ റൂട്ടിലിരിക്കേണ്ടത്. മനസ്സിലായി? ഈ നോഡിൻ്റെ ചിൽഡ്രൻസിനേക്കാൾ വലുതായിരിക്കാം ഈ നോഡിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ വന്ന 1 ഇവിടെ നിന്നാണ് 3 പോയി, പകരം ഈ 1 ഇവിടെ വന്നു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇതങ്ങ് പോയി 4 ആയി മാറി, അല്ല 5 ആയി മാറി. ലാസ്റ്റ് ഇൻഡെക്സ് വാല്യൂ 4 ആണ്, ഇതങ്ങ് പോയി. അപ്പോൾ 1 ഇവിടെ വന്നു. ഈ 1 ഇവിടെ വന്നു കഴിഞ്ഞാൽ 1ന് അതിൻ്റെ ചിൽഡ്രൻസുമായിട്ട് കമ്പയർ ചെയ്യും. കാരണം മാക്സ് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 3 and 2 ഉണ്ട്. അപ്പോൾ 1 ഈസ് ലെസ്സർ ദാൻ 3 and 2. അപ്പോൾ ഇതിൽ വലുതാരാണെന്ന് നോക്കുക. ഇതിൽ വലുതാരാകുമ്പോൾ 3. ആ 3യും 1ഉം തമ്മിൽ സ്വാപ്പ് ചെയ്യും.
അപ്പോൾ 1 നേരെ ഇവിടെ വരും, 3 ഇവിടെ വരും. കണ്ടില്ലേ, സെക്കൻഡ് ഹയസ്റ്റ് മുകളിലേക്ക് പോകും. അപ്പോൾ 1 ഇവിടെ വന്നു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ 1 ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീരില്ല. അതിൻ്റെ ചിൽഡ്രൻസിൽ നോക്കും, അതിലേതെങ്കിലും വലുതുണ്ടോ എന്ന് നോക്കും. അപ്പോൾ 1ഉം ഈ 2ഉം കൂടെ നോക്കുമ്പോൾ ഈ 2 ഈസ് ബിഗർ ദാൻ ദിസ് 1. സോ 2 ഇവിടെ വരും, 1 ഇവിടെ വരും. മനസ്സിലായി? ഇനി ഇത് താഴോട്ടില്ല. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് റീഅറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിയുമ്പം മാക്സിമം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തായിരിക്കും റീഅറേഞ്ച് ചെയ്യുന്നത്. അപ്പോഴും ഈ ലിസ്റ്റിലെ ഏറ്റവും ഹയസ്റ്റ് എലമെൻറ്റ് മുകളിൽ. അപ്പോൾ ദിസ് ഈസ് the root is then compared to its children, and if it is smaller than either, it is swapped with the larger child. This process, bubbling down or pushing down or heap down, continues until the heap property is restored. അപ്പോൾ വീണ്ടും heap property means it is a binary, complete binary tree, and which satisfies the root of the the root will contains the highest element in the list. Also the node value is bigger than its children. That is the heap property, max heap property. അപ്പോൾ മാക്സ് ഹീപ്പ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യും. അതാണ് ഡിലീഷൻ മെത്തേഡ്. മനസ്സിലായില്ലേ? ഇത് മാക്സ് ഹീപ്പ്. ഇതിൻ്റെ നേരെ റിവേഴ്സാണ് മിൻ ഹീപ്പ്. മിൻ ഹീപ്പ് എന്ന പാരൻറ്റ് നോട്ട്സ് വാല്യൂ ഈസ് ആൾവേസ് ലെസ് ദാൻ, നേരത്തെ പറഞ്ഞ ഹയർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ ചിൽഡ്രൻസ് നോട്ട് വാല്യൂ. ദിസ് property ensures that the smallest element in the heap is always at the root. മനസ്സിലായില്ലേ? അപ്പം ഈ നേരത്തെ ഹയസ്റ്റ് എലമെൻ്റ് ആണെങ്കിൽ നേരെ റിവേഴ്സ്, ഏറ്റവും സ്മോളസ്റ്റ് എലമെൻ്റാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ ചിൽഡ്രൻസിൻ്റെ വാല്യൂവിനേക്കാൾ എപ്പോഴും നോഡ് വാല്യൂ ചെറുതായിരിക്കും. The min heap is commonly used to implement a heap sort to sort elements in ascending order. ഒരു അസെൻഡിങ് ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മിൻ ഹീപ്പ് ഉപയോഗിക്കുന്നു. ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മാക്സ് ഹീപ്പും യൂസ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെയും ഈ എലമെൻറ്റ് പൊസിഷൻ സെയിം തന്നെയാണ്, മറ്റതുപോലെ തന്നെ 2 into i ith ഇൻഡെക്സിലിരിക്കുന്ന ലെഫ്റ്റ് ചൈൽഡ് കണ്ടുപിടി 2 into i plus 1, റൈറ്റ് ചൈൽഡ് 2 into i plus 2. പാരൻ്റ് കണ്ടുപിടിക്കുക i-1/2, സെയിം തന്നെയാണ്. ഇൻസേർഷൻ സെയിം തന്നെയാണ്, ബട്ട് കമ്പയർ ചെയ്യുന്നത് ലാർജസ്റ്റ് വരെ സ്മോളസ്റ്റ്. ദ ന്യൂ എലമെൻറ്റ് ഈസ് ആഡഡ് ടു ദ എൻഡ് ഓഫ് ദ ട്രീ. ഇറ്റ് ഈസ് ദെൻ കമ്പയർഡ് ടു ഇറ്റ്സ് പാരൻറ്റ്, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് സ്മോളർ നേരെ ലാർജർ, ദേ ആർ സ്വാപ്ഡ്. സ്മോളറാണ് ഇത് പുതുതായിട്ട് വരുന്ന 4 ആണെങ്കിൽ ആ 4 സ്മോളല്ല, 4 അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനേക്കാൾ ചെറുതാണ് വരുന്നതെങ്കിൽ അത് തമ്മിൽ സ്വാപ്പ് ചെയ്യണം. And if it is this process, that is bubbling up or heap up or pushing up, continues until the new element reaches to the correct position or reaches the root. That is the same process in the max heap. Deletion is also same. The root is removed and the last element in the heap is moved up. അപ്പോൾ ഇതിൽ നിന്ന് റൂട്ട് റിമൂവ് ചെയ്തതിന് 3 നേരെ ഇവിടേക്ക് വരും. 3യുടെ നേരേക്ക് വന്നു കഴിഞ്ഞാൽ മിൻ ഹീപ്പ് പ്രോപ്പർട്ടി വയലേഷനാണ്. അപ്പോൾ ഉടനെ തന്നെ മിൻ ഹീപ്പ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിട്ട് ചെയ്യുന്ന രീതിയിൽ ഇതിനെ റീഅറേഞ്ച് ചെയ്യും. അപ്പോൾ 3 ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ചിൽഡ്രനകത്തിരിക്കുന്ന വാല്യൂസിൽ ചെറുതുണ്ടോ എന്ന് നോക്കാം, 3യേക്കാൾ ചെറുതുണ്ടോ എന്ന് നോക്കാം. അത് ഏറ്റവും ചെറുത്, അപ്പോൾ 2ഉം ചെറുതാണ് 1ഉം ചെറുതാണ്. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് 1 ആണ്. ആ 1 ഇവിടെ പോവും, 3 നേരെ ഇവിടെ വരും. മനസ്സിലായില്ലേ? ഇനി ഇതിന് താഴോട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇതിന് മാറ്റമൊന്നുമില്ല. ഈ 1 മുകളിലും പോവും, ഈ 3 ഇവിടെയും വരും. മനസ്സിലായില്ലേ? ഈ രീതിയിലാണ് ഡിലീഷൻ നടക്കുന്നത്. ഇതിനെ നമ്മൾ ഹീപ്പ് ഡൗൺ എന്നും പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഹീപ്പ്. ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മിൻ ഹീപ്പ് മാക്സ് ഹീപ്പ് മനസ്സിലായി. പക്ഷേ നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ പറയുന്നത് നമുക്ക് മാക്സ് ഹീപ്പ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള നോഡിന് ഏറ്റവും ടോപ്പിൽ കൊണ്ടുവന്നിട്ട് അവരാദ്യം പ്രോസസ്സ് ചെയ്യണം. ഇതിൽ ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യലി ഏബിൾഡ് സിറ്റിസൺസ്, അതായത് പേഴ്സൺസാണ്. അവർ വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്യൂവിൽ കുറേ ആൾക്കാർ എന്തൊക്കെയാണ് ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഹയസ്റ്റ് പ്രിഫറൻസ് ഉണ്ട്. നമ്മൾ ഗ്രീൻ ചാനൽ എന്ന് പറയുമ്പോൾ അവർക്ക് നേരെ ആദ്യമേ ചെന്നിട്ട് അവരുടെ കാര്യം ചെയ്തിട്ട് പോകാം. ദെൻ അടുത്ത പ്രിഫറൻസ് ഉള്ളവർക്ക് ഏറ്റവും ലാസ്റ്റിലാണ് നോർമൽ പേഴ്സണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ റൂളാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. ഈ റൂൾ വെച്ചിട്ട് എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രോഗ്രാം നമുക്ക് എഴുതാം.
അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ ഒരു സ്കെലട്ടൺ വർക്കൗട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മുടെ ക്യൂ ആണ്. ക്യൂവിൽ Q1, Q2, Q3, Q4, Q5, Q6, Q7, Q8, Q9 9 പേര് ഉണ്ട് ഈ ക്യൂവിൽ. അപ്പം വന്നിരിക്കുന്നത് പല കാറ്റഗറിയിലുള്ള അവരുടെ പ്രയോറിറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം വന്നിരിക്കുന്ന ആൾ നോർമൽ പേഴ്സണാണ്, അയാളുടെ പ്രയോറിറ്റി ലീസ്റ്റ് പ്രയോറിറ്റി 1 ആണ്. ദെൻ സെക്കൻഡ് വന്നിരിക്കുന്നത് സീനിയർ സിറ്റിസൺ, അയാൾക്ക് പ്രയോറിറ്റി 3 ആണ്. ദെൻ തേർഡ് വന്നിരിക്കുന്നത് ഡിഫറൻഷ്യലി ഏബിൾഡ്, അയാളുടെ പ്രയോറിറ്റി 4 ആണ്. ദെൻ ഫോർത്തിൽ വന്നിരിക്കുന്നത് ഡിഫൻസ് പേഴ്സണാണ്, പ്രയോറിറ്റി 2. ദെൻ Q5 അഞ്ചാമത് വന്നിരിക്കുന്നത് സീനിയർ സിറ്റിസൺ തന്നെയാണ്. ഇവിടെ രണ്ടാമത്തെ സീനിയർ സിറ്റിസൺ വന്നു, അയാളുടെ പ്രയോറിറ്റി 3. ദെൻ അടുത്ത് വന്നിരിക്കുന്നത് വീണ്ടും ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളാണ്, അയാളുടെ 4 ആണ്, രണ്ടാമത്തെ ഡിഫറൻഷ്യലി ഏബിൾഡ്. ദെൻ അടുത്ത് വന്നിരിക്കുന്നത് നോർമൽ പേഴ്സണാണ്, അയാളുടെ ലീസ്റ്റ് പ്രിഫേർഡ് പേഴ്സണാണ്. ദെൻ അടുത്ത് വീണ്ടും മൂന്നാമത്തെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആൾ വന്നിട്ടുണ്ട്, അയാളുടെ 4 ആണ്. ദെൻ ലാസ്റ്റിൽ വന്നിരിക്കുന്നത് ഡിഫൻസ് പേഴ്സൺ, അയാളുടെ 2 ആണ്. അപ്പോൾ ഈ രീതിയിൽ കുറച്ച് കസ്റ്റമേഴ്സ് അവിടെ ഉണ്ട്. അപ്പം ഇവരെ എങ്ങനെയാണ് ഇത് പ്രോസസ്സ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ട്രീ ഫോം ചെയ്യാണ്, ഇതിൻ്റെ ഒരു ട്രീ ഫോം ചെയ്യാൻ പോവാണ്. ഈ ട്രീ ഫോം ചെയ്യുമ്പോൾ ആദ്യം നടക്കുന്നത് ഇതിനകത്ത് ഒരു എലമെൻറ്റ് വരികയാണ്. അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് നമ്മുടെ Q1 ആണ് വരുന്നത്. Q1 വന്നു. Q1ലിരിക്കുന്ന ആൾ, അതായത് ഫസ്റ്റ് പേഴ്സൺ ആണ് ഇവിടെ വന്നത്, Q1. അതിന് ഞാൻ ഓർഡർ Q1 എന്ന് കൊടുത്ത് സപ്പോസ് ഇത് ടോക്കൺ നമ്പർ എന്നോ എന്തെങ്കിലും ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അയാളുടെ വന്ന ഓർഡർ Q1ൽ വന്ന ആളാണ് ഞാൻ ഇവിടെ എഴുതും. അപ്പം അടുത്ത് വന്നിരിക്കുന്നത് ഇത് പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, സീനിയർ സിറ്റിസൺ അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോകുന്നു. ലെഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ, രണ്ടാമത്തെ ആൾ ലെഫ്റ്റ് നോഡിലേക്ക് വന്നു. അപ്പോൾ ഈ നോഡ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരിലെ പ്രയോറിറ്റി തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ ഇവൻ്റെ പ്രയോറിറ്റി രണ്ടാമത് വന്നിരിക്കുന്ന ആളുടെ പ്രയോറിറ്റി 3 ആണ്, ഒന്നാമത്തെ ആളുടെ പ്രയോറിറ്റി 1 ആണ്. അപ്പം ഹൈ പ്രയോറിറ്റി ഉള്ള ആൾ മേളിലും ലോവർ പ്രയോറിറ്റി ഉള്ള ആൾ താഴെയും പോകും. അപ്പം ഇത് ഇവിടെ വീഴും. അടുത്ത ഹൈ പ്രയോറിറ്റി ഉള്ള ആൾ ഇവിടെയും വരും. അപ്പം രണ്ടാമത്തെ ആൾ ഇവിടെ വരും. മനസ്സിലായില്ലേ? അപ്പം ഇത് സ്വാപ്പ് ചെയ്തു, കാരണം ഇത് ഹീപ്പ് അപ്പ് ചെയ്യുകയാണ്. രണ്ടാമത്തെ ആളിന് ഒന്നാമത്തെ ആളിനേക്കാൾ പ്രിഫറൻസ് കൂടുതലാണ്. ദെൻ തേർഡ് വരുമ്പോൾ കംപ്ലീറ്റ് ബൈനറി ട്രീ ആയതുകൊണ്ട് അടുത്ത ആൾ നേരെ ഇവിടേക്കാണ് വരുന്നത്, Q3 വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ പ്രിഫറൻസ് പറഞ്ഞാൽ 4 ആണ്, കാരണം ഡിഫറൻഷ്യലി ഏബിൾഡ് ആണ്, Q4 ആണ്. അപ്പോൾ ഇയാളുടെ പ്രിഫറൻസ് 4ഉം ഇയാളുടെ പ്രിഫറൻസ് 3ഉം ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് സ്വാപ്പ് ചെയ്യണം, കാരണം ഹൈ പ്രിഫറൻസ് ഉള്ള ആൾ മുകളിൽ, ലോവർ പ്രിഫറൻസ് ആൾ താഴെ വന്നു. അപ്പോൾ Q2 രണ്ടാമത് വന്ന ആൾ താഴെ പോകുന്നു, മൂന്നാമത് വന്ന ആൾ മുകളിൽ വരുന്നു. മനസ്സിലായില്ലേ? ഇനി അടുത്ത് വരുന്ന നാലാമത് വരുന്ന ആൾ നേരെ കംപ്ലീറ്റ് ബൈനറി ട്രീ ആയതുകൊണ്ട് ഇവിടെയൊക്കെയാണ് വരുന്നത്. നമ്മൾ 0, 1, 2 ഇൻഡെക്സ് കഴിഞ്ഞ് തേർഡ് ഇൻഡെക്സിൽ Q4 ആൾ വന്നു. ആ ആളിൻ്റെ പ്രിഫറൻസ് നോക്കുമ്പം 2 ആണ്. Q1ൻ്റെ അതിൻ്റെ റൂട്ടിൽ നിൽക്കുന്ന ആൾ Q, അയാളുടെ പ്രിഫറൻസ് 1 ആണ്. ഉടനെ തന്നെ എന്ത് ചെയ്യും, ഇത് സ്വാപ്പ് ചെയ്തേ പറ്റുള്ളൂ, കാരണം ഇയാളുടെ പ്രിഫറൻസ് Q4ൽ നിൽക്കുന്ന ആളുടെ 2ഉം മറ്റേത് 1ഉം ആണ്. അപ്പം 1 ഇവിടെ വരുന്നു, Q4 മുകളിലേക്ക് പോകും, ഇയാൾ ഇവിടെയും വരും. മനസ്സിലായില്ലേ? അപ്പോൾ Q4ൻ്റെ ആളുടെ 2 ആണ്. 2 ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിൻ്റെ റൂട്ടിലിരിക്കുന്ന Q3യുടെ 4 ആണ്. പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, കാരണം അതിലും ഹയർ പ്രിഫറൻസ് ഉള്ളതാണ് റൂട്ടിലിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ആൾ വരുമ്പോൾ Q5 ആണ്. Q5 ഇവിടെയാണ് വരുന്നത്. Q5ൽ നിൽക്കുന്ന ആൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ പ്രിഫറൻസ് നോക്കുന്നു 3, അയാളുടെ പാരൻ്റ് ആരാണ് 2,
Q4ലാണ് അയാളുടെ 2 ഉള്ളൂ. അപ്പോൾ ഇത് 3 ആണ്. അപ്പം Q4 ഇവിടെ വരുന്നു. 5th പൊസിഷനിൽ വന്ന ആൾ ഇവിടെയും വരുന്നു. മനസ്സിലായില്ലേ? 5th പൊസിഷനിൽ വന്ന ആൾ അവിടെയും വരുന്നു. ദെൻ അടുത്ത ആൾ വരുന്നത് ഇവിടെയാണ് വരുന്നത്. അടുത്ത Q6ൽ Q5ൻ്റെ പ്രിഫറൻസ് 3 ആണ്. ഓക്കെ, ഇതിൻ്റെ 4 ആണ്. ഓക്കെ, അപ്പോൾ ഒന്നും സംഭവിക്കില്ല. Q6ൽ വന്ന ആളുടെ പ്രിഫറൻസ് പറഞ്ഞാൽ 4 ആണ്. ഡിഫറൻഷ്യൽ ഏബിൾഡ് ആണ്. അയാളുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ Q2ൻ്റെ 3 ഉള്ളൂ. അപ്പോൾ ഇത് 4 ഇത് 2 ആണ്. അപ്പം ഇത് സ്വാപ്പ് ചെയ്യണം. ഇവിടെ Q6ൽ അപ്പം ഇയാളുടേത് 4 ആണ്, ഇതും 4 ആണ്. അപ്പം Q3യും 4 ആണ്. അപ്പം കുഴപ്പമില്ല, രണ്ട് സെയിം തന്നെയാണ്. അപ്പോൾ ഇല്ല. അടുത്ത ആൾ വരുന്നു Q7. അത് നേരെ ഇവിടെയാണ് വരുന്നത്. Q7ൻ്റെ ആളിൻ്റെ പ്രിഫറൻസ് പറഞ്ഞാൽ ലീസ്റ്റ് ആണ് 1. അതുകൊണ്ട് ഒരു മാറ്റവും ഇല്ല. കാരണം ഇത് 4 ആണ്, ഇതും 4 ആണ്. Q5ൻ്റെത് 3 അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് മാറ്റമില്ല. ദെൻ അടുത്ത ആൾ വരികയാണ്. അടുത്ത ആളെന്ന് Q8 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. അയാളുടെ പ്രിഫറൻസ് പറഞ്ഞാൽ 4 ആണ്. കണ്ടില്ലേ, 4 ആണ്. അപ്പോൾ Q1ൻ്റെ 1 ഉള്ളൂ. അപ്പോൾ 1 നേരെ ഇവിടെ വരുന്നു. അടുത്ത Q8 8ാമത് വന്ന ആൾ ഇവിടെ വരുന്നു. മനസ്സിലായില്ലേ? ഇനി ഇത് ഇവിടെ വന്ന് നിൽക്കുകയല്ല, ഇതിവിടെ നിന്ന് നിൽക്കുകയല്ല, എയ്റ്റിൻ്റെ പ്രിഫറൻസ് പറഞ്ഞാൽ 4ഉം പ്രയോറിറ്റി 4ഉം 5ൻ്റെ 3ഉം ആണ്. അപ്പോൾ 5 നേരെ ഇവിടെ വരുന്നു, 8 അവിടെ പോകുന്നു. 5 ഇവിടെ വരുന്നു, 8 ഇവിടേക്ക് പോകുന്നു. ഓക്കെ, 8 ഇവിടേക്ക് പോകുന്നു. ഇനി ഇതിൻ്റെ നോക്കുമ്പോൾ Q8ൻ്റെ പ്രിഫറൻസ് 4, അതിൻ്റെ റൂട്ടിലേക്ക് Q3യുടെ 4 ആണ്. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് സ്വാപ്പ് ചെയ്യേണ്ട കാര്യമില്ല, സെയിം പ്രിഫറൻസിലുള്ള ആളാണ് ഇരിക്കുന്നത്. അടുത്ത റൂട്ട് അടുത്ത നോഡ് വരുമ്പോൾ ആ നോഡ് ശരിക്കും ഇവിടെ. അപ്പോൾ ഇത് ട്രീയുടെ ഈ ഡയഗ്രാം മാറിപ്പോയി, തിരിച്ച് മാറ്റണം. ഓക്കെ, ട്രീ ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് ഇവിടേക്കാണ് വരുന്നത്. ഓക്കെ, ഇവിടേക്ക് വരുന്നു. Q9ൻ്റെ പ്രിഫറൻസ് പറഞ്ഞാൽ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ 2 ആണ്. അതിൻ്റെ റൂട്ടിലേക്ക് Q5ൻ്റെ 3 ആണ്. അപ്പം ആൾട്ടറേഷൻ ഇല്ല, അതവിടെ തന്നെ ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രീതിയിലാണ് ഈ ട്രീ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രയോറിറ്റി നമ്മൾ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രയോറിറ്റി വരണമെന്ന് നോക്കാം. ഓക്കെ, റൂട്ടിലിരിക്കുന്ന 0th ഇൻഡെക്സിലിരിക്കുന്ന ആൾ ഇവിടെ, ഇതാണ് നമ്മുടെ അറേ. 0th ഇൻഡെക്സിൽ Q3 ആണ്. ദെൻ ഫസ്റ്റ് ഇൻഡെക്സിലിരിക്കുന്ന ആൾ Q8 ആണ്. ഇതൊന്ന് ഓക്കെ, ഇത് ഈ രീതിയിൽ നമ്മൾ റൂട്ടിലിരിക്കുന്ന 0th ഇൻഡെക്സിലേക്ക് Q3, ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് Q8, സെക്കൻഡ് ഇൻഡെക്സിലേക്ക് Q6, തേർഡ് ഇൻഡെക്സിൽ Q5, ഫോർത്ത് ഇൻഡെക്സിൽ Q4, 5th Q2, 6th Q7, ദെൻ 7th Q1, 8th Q9. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ പ്രിഫറൻസ് എടുത്ത് നോക്കി, പ്രയോറിറ്റി എടുത്ത് Q3യുടെ പ്രയോറിറ്റി 4 ആണ്, Q8ൻ്റെ പ്രയോറിറ്റി 4 ആണ്, Q6ൻ്റെ പ്രയോറിറ്റി 4 ആണ്. കണ്ടില്ല, ആദ്യം ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളവർ ആദ്യം 3 പേരും ആദ്യം 3. ദെൻ അടുത്തത് Q5 ആണ്. Q5ൻ്റെ 3 ആണ്. കണ്ടില്ലേ? ദെൻ Q4ൻ്റെത് 2 ആണ്. Q4ൻ്റെത് ഇവിടെ 2 ആണ് വന്നത്. ദെൻ Q2ൻ്റെത് 3 ആണ്. ദെൻ Q5ൻ്റെത്
Q7ൻ്റെത് 1 ആണ്, ദെൻ Q1ൻ്റെത് 1 ആണ്, ദെൻ Q9 2 ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ അറേ വരുന്നത്. ഇതിപ്പോൾ ഇതേ ഓർഡറിൽ ഇതിൽ പലതും അങ്ങോട്ട് ചെന്ന് മാറിയിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട. ഇതിൽ നിന്ന് നമ്മൾ ട്രീ ഇരിക്കുന്ന ഡിലീഷൻ നടക്കുമ്പോൾ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നോക്കിയാൽ മതി. ഡിലീഷൻ നടക്കുമ്പോൾ ആക്ച്വലി എന്താണ് നടക്കുന്നത് നോക്കുക. മനസ്സിലായില്ലേ? ഡിലീഷൻ നടക്കുമ്പോഴുള്ള പ്രോസസ്സാണ് നമ്മൾ നോക്കേണ്ടത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനകത്തുള്ള ഡാറ്റ ചേഞ്ച് ചെയ്തതെന്ന്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആദ്യത്തെ റൂട്ടിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ റൂട്ടിനോട് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് പോകേണ്ടത് Q3 ആണ്. മനസ്സിലായില്ലേ? Q3 ആണ് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഡിലീഷൻ നടക്കുമ്പോൾ ആദ്യം എന്താണ് ഇതിൻ്റെ പ്രയോറിറ്റി ഞാൻ പറയാം. പ്രയോറിറ്റി ബേസിൽ നോക്കാം. അപ്പോൾ ഡിലീഷൻ നടക്കുമ്പോൾ ആദ്യം റൂട്ടാണ് പോകുന്നത്, റൂട്ടിനോടാണ് പോകുന്നത്. റൂട്ടിനോടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രയോറിറ്റി 4 ആണ് ഇല്ലേ? 4 എന്ന് പറഞ്ഞ പ്രയോറിറ്റി ഉള്ള നോടാണ് ആദ്യം പോകുന്നത്. അപ്പം Q3 ആണ് ആദ്യം പുറത്തേക്ക് പോകുന്നത്. അപ്പം Q3 നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. Q3 എന്ന് പറയുന്ന നോഡ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ Q3 പുറത്തേക്ക് പോകുമ്പോൾ ആ നോഡ് ഇവിടെ empty ആയി മാറും. പിന്നെ പറയുന്നത് ഇതിൻ്റെ ലാസ്റ്റ് നോഡ് ഇവിടേക്ക് വരുന്നു, Q9 ഇവിടേക്ക് വരുന്നു. Q9 ഇവിടെ നിന്ന് അതിൻ്റെ പ്രിഫറൻസ് 2 ആണ്. 2 പ്രിഫറൻസ് ഉള്ളത് Q8 Q6 കമ്പയർ ചെയ്യും. Q8 Q6 കമ്പയർ ചെയ്യുമ്പം ഈ Q8 Q6 ഒരേ പ്രിഫറൻസാണ്, 4 ആണ്. രണ്ടുപേരും Q8 4 ആണ്. അപ്പോൾ ഇത് 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ 2 ചെറുതാണ്. അപ്പോൾ ഉടനെ 2 ഇവിടേക്ക് വരുന്നു, Q8 ഇവിടേക്കും പോകുന്നു. മനസ്സിലായില്ലേ? ഇതിവിടെ വരുന്നു, Q8 ഇവിടേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രിഫറൻസ് 2 ആണ്, Q8 ഇവിടെ വരുന്നു. ദെൻ ഈ 2 ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത് Q5 ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ Q4 Q5 Q4 എന്ന് നോക്കിയാൽ Q5ൻ്റെത് 3 Q4ൻ്റെത് 2 ആണ്. അപ്പോൾ 3 ഹയർ പ്രിഫറൻസ് ആണ്. ഉടനെ തന്നെ Q5 ഇവിടെ വരുന്നു, Q2 ഇവിടെ വരുന്നു. മനസ്സിലായില്ലേ? Q5 Q2 ഇവിടെ വരുന്നു. ദെൻ അതിൻ്റെ നോഡ് Q1 Q9 ആണ്. Q1ൻ്റെത് 1 Q9ൻ്റെ 2 ആണ്. അപ്പോൾ 2 ഇവിടെ കുഴപ്പമില്ല. അപ്പം Q9 ഇവിടേക്ക് വരുന്നു, Q9 ഇവിടേക്ക് വരുന്നു. ദെൻ Q5 ഇവിടെ വരുന്നു, Q8 ഇവിടെ വരുന്നു. ഇതാണ് റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ട്രീ ഈ രീതിയിലേക്ക് റീഅറേഞ്ച് ചെയ്യും. Q8 Q5 Q6 Q9 Q4 Q2. ദെൻ അടുത്ത് നമുക്ക് പുറത്തേക്ക് പോകേണ്ടത് റൂട്ടാണ്. അടുത്ത റൂട്ട് Q8 ആണ് പുറത്തേക്ക് പോകുന്നത്. ഈ Q8 പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ Q8 പുറത്തേക്ക് പോയി ഇവിടെ empty ആയി. Q8 ഔട്ട്പുട്ട് പുറത്തേക്ക് പോകുന്ന ലിസ്റ്റ് ഇവിടെയാണ് ഇരിക്കുന്നത്, ഇവിടേക്ക് വന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഹയസ്റ്റ് Q1 ഇവിടെ വരും. ഹയസ്റ്റ് Q1 Q8 7 ഉള്ളൂ, അത് ഇവിടെ വരും. Q1ൻ്റെ പ്രിഫറൻസ് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യും. Q5ൻ്റെത് 3 Q6ൻ്റെത് 4 ആണ്. അപ്പോൾ ഉടനെ തന്നെ Q1 ഇവിടെ വരും, Q6 ഇവിടെ വരും. Q1ഉം Q2ഉം Q7 ആയിട്ട് നോക്കും. Q2 3 Q7 1 ആണ്. അപ്പോൾ Q2 ആണ് ഹയർ പ്രിഫറൻസ്. മനസ്സിലായില്ലേ? അപ്പം Q1 ഇവിടെ വരുന്നു, Q2 ഇവിടെ വരുന്നു, Q6 ഇവിടെ വരുന്നു. ഈ രീതിയിലേക്ക് മാറും. Q1 ഇവിടെ വരുന്നു, ഇവിടെ കിടന്ന Q1 ഇവിടെ വരുന്നു, Q6 ഇവിടേക്ക് പോകുന്നു, ദെൻ Q2 ഇവിടേക്കും വരുന്നു. ഈ രീതിയിൽ റീഅറേഞ്ച് ചെയ്ത് പോകുന്നു. അത് നമുക്ക് എഴുതാം.
ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വീണ്ടും റീഅറേഞ്ച് ആവും. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട Q6 ആണ്. അപ്പോൾ ഇതിൻ്റെ Q3 ഡിഫറൻഷ്യലേബിൾ, Q8 ഡിഫറൻഷ്യലേബിൾ. അടുത്ത് വരുന്ന നോക്കി കഴിഞ്ഞാൽ Q6 കണ്ടില്ല, ഡിഫറൻഷ്യലേബിൾഡാണ്. ആ റൂട്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇത് ബ്ലാങ്കായി, റൂട്ട് ബ്ലാങ്കായി. ഇനി ഇതിലെ ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ സിക്സ്ത്തിലിരിക്കുന്ന Q7 ആണ്. Q7 നേരെ ഇവിടേക്ക് വരുന്നു. Q7 1 ആണ്. 1 വരുമ്പോൾ അടുത്ത് അതിൻ്റെ ചിൽഡ്രൻ Q5 Q2 ആണ്. Q5 3 Q2 3 ആണ്, രണ്ടും 3 ആണ്. അപ്പം ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് മാറും. അപ്പോൾ ഈ Q7 നേരെ Q5 സ്ഥാനത്തും Q5 ഇവിടെയും വരുന്നു. Q7. ഇപ്പോൾ Q7 ഇവിടെ വന്നു കഴിഞ്ഞാൽ Q7 ചൈൽഡ് Q9 Q4. Q9 2 ആണ്, Q4 2 ആണ്. അപ്പം രണ്ടും സെയിമാണ്. സെയിം ആകുമ്പോൾ Q9 ഇവിടെ വരുന്നു, Q7 ഇവിടെയും വരുന്നു. മനസ്സിലായി? അപ്പോൾ Q5 ഇവിടെ വരുന്നു, Q9 ഇവിടെ വരുന്നു, Q7 ഇവിടെ വരുന്നു. ഈ രീതിയിലേക്ക് റീഅറേഞ്ച് ചെയ്യുന്നു. കണ്ടില്ലേ, ഈ രീതിയിലേക്ക് മാറുന്നു. ഇനി നമുക്ക് അടുത്ത റൂട്ടിൽ വേണ്ട Q5 ആണ്. Q5 സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് 3 ഉള്ള ആളാണ്. അപ്പം പ്രിഫറൻസ് 4 ഉള്ള 3 പേരും പുറത്തേക്ക് പോയി. അടുത്ത പ്രിഫറൻസ് 3 ആണ്. Q3യും ദെൻ Q2 ആണ് വരേണ്ടത്. അപ്പം Q5 പുറത്തേക്ക് പോവാണ്. Q5 പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, Q5 പുറത്തേക്ക് പോകുമ്പോൾ ഇതിനകത്ത് Q7 പോയതാണ്. ഓക്കെ, അടുത്ത Q1 ആണ്. Q1 നേരെ ഇവിടേക്ക് വരുന്നു. Q1 ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ Q1 1 ആണ്. Q9 Q2 നോക്കിക്കഴിഞ്ഞാൽ Q9 2, Q2 3 ആണ്. അപ്പോൾ നേരെ ഇതാണ് പ്രിഫറൻസ് കൂടുതൽ. അപ്പോൾ Q2 ഇവിടെ വരുന്നു, Q1 ഇവിടെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ താഴെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നടക്കുന്നത്. അപ്പോൾ Q5 ഡിലീറ്റ് ചെയ്യുമ്പം നേരെ Q2 ഇവിടെ വരുന്നു, Q1 ഇവിടെയും വരുന്നു. ആ രീതിയിൽ റീഅറേഞ്ച് ചെയ്തു. ഓക്കെ, ഈ രീതിയിൽ മാറുന്നു. ഇനി നമുക്ക് വേണ്ട Q2 ആണ്. Q2 പ്രിഫറൻസ് 3 ആണ്. അതാണ് അടുത്ത് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇത്ര സീനിയർ സിറ്റിസൺ ആണ്. Q2 ആണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ Q2 പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, Q2 പുറത്ത് പോകുമ്പോൾ അടുത്ത ലാസ്റ്റിനോട് Q4 ആണ്. Q4 നേരെ ഇവിടേക്ക് വരുന്നു. Q4 2 ആണ്, പ്രിഫറൻസ് 2 ആണ്. ദെൻ അതിനകത്തിരിക്കുന്ന ലെഫ്റ്റ് ചൈൽഡ് Q9 അതിൻ്റെ 2 ആണ്. ദെൻ Q1 1 ആണ്. അപ്പം പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നേരെ Q4 അവിടെ പോകുന്നു. ഇവിടെ നിന്ന് Q4, കാരണം അതിൻ്റെ ചൈൽഡിന് ലെസ് ദാൻ ഒരു ഈക്വൽ പ്രിഫറൻസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാപ്പ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം Q4 ഇവിടേക്ക് പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി Q4 ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്? Q4 പ്രിഫറൻസ് 2 ആണ്. അപ്പം Q5 Q2 രണ്ട് ഈക്വൽ പ്രിഫറൻസ് ഉള്ള, തേർഡ് പ്രിഫറൻസ് ഉള്ള രണ്ടുപേരും പോയി. ദെൻ അടുത്ത് Q4 പ്രിഫറൻസ് പറഞ്ഞാൽ 2 ആണ്, ഡിഫൻസ് പേഴ്സൺ ആണ്. ആ Q4 പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, Q4 പുറത്തേക്ക് പോയി. അപ്പം ഇത് റൂട്ട് കാലിയായി. ഹയസ്റ്റ് അടുത്ത ലാസ്റ്റിനോട് Q7 ആണ്. Q7 നേരെ ഇവിടെ വരുന്നു. Q7 പ്രിഫറൻസ് 1 ആണ്. Q9 2ഉം Q1 1ഉം ആണ്. അപ്പം Q7 ഇവിടെ വരുമ്പോൾ 7ഉം 9ഉം കൂടെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പം Q9 ഇവിടെ വരും, Q7 ഇവിടെ വരും. ബാക്കി ഒന്നുമില്ല. അതാണ് അടുത്ത് ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ രീതിയിൽ റീഅറേഞ്ച് ചെയ്യും. ഇനി 3 നോടേ ഉള്ളൂ. അതിൽ ആ റൂട്ടിനോട് നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. Q9 അതിൻ്റെ നമുക്കറിയാം പ്രിഫറൻസ് 2 ആണ്, Q4 2 ആണ്. ഈ രണ്ട് പ്രിഫറൻസ് ഉള്ളത് രണ്ടുപേരും ഈ Q9 പുറത്തേക്ക് പോകുന്നു. ഓക്കെ, Q9 പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത് ഇതിൻ്റെ ലാസ്റ്റിനോട് Q1 ആണ്. Q1 നേരെ ഇവിടേക്ക് വരുന്നു. Q1 പ്രിഫറൻസ് 1 ആണ്. ദെൻ Q7 പ്രിഫറൻസ് 1 ആണ്. രണ്ടും ഈക്വൽ പ്രിഫറൻസ് ആണ്. അതുകൊണ്ട് ഹീപ്പ് ഡൗൺ ഇല്ല. അപ്പോൾ Q1 നേരെ മുകളിലേക്ക് റൂട്ടിലേക്ക് കയറുന്നു. കണ്ടില്ലേ, ഈ രീതിയിലാവുന്നു. ഇതിലും 2 നോടേ ഉള്ളൂ, ഒരു റൂട്ടിനോടും ഒരു Q7 ലെഫ്റ്റ് ചൈൽഡും ഉള്ളൂ. ഇനി ഇതിനകത്ത് ഡിലീറ്റ് ചെയ്യുന്ന Q1 ആണ്. Q1 ഡിലീറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരെണ്ണേ ഉള്ളൂ, അത് നേരെ റൂട്ടിലേക്ക് കയറുന്നു. പിന്നെ അവിടെ ആൾട്ടറേഷനൊന്നുമില്ല. ആ നോഡും അങ്ങ് ഡിലീറ്റായി പോകുന്നു. അപ്പോൾ ഇവിടെ ലാസ്റ്റിൽ വരുന്ന Q1ഉം Q7ഉം ആണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ 4 4 4 ദെൻ 3 3
ദെൻ 2 2 ദെൻ 1 1. മനസ്സിലായില്ലേ? ഹയസ്റ്റ് പ്രിഫറൻസ് ഉള്ള 3 പേര് ആദ്യം ചെയ്യുന്നു, പോകുന്നു. ദെൻ അതിൻ്റെ തൊട്ട് ലോവസ്റ്റ് പ്രിഫറൻസ് ഉള്ള 2 പേര് പുറത്തേക്ക് പോകുന്നു. അതിൻ്റെ ലാസ്റ്റ് പ്രിഫറൻസ് ഉള്ള അടുത്ത 2 പേര് പോകുന്നു. ഏറ്റവും ലാസ്റ്റിലുള്ള 2 പേര് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ സീക്വൻസ് ഓഫ് കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സസൈസിൻ്റെ സീക്വൻസ് ഓഫ് കംപ്ലീഷൻ ഇത് രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് നമുക്കിനി ചെയ്യാനുള്ളത്. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ നമുക്ക് പ്രോഗ്രാം എഴുതുക എന്നുള്ളതാണ് അടുത്ത കടമ്പ. ആ പ്രോഗ്രാം ഞാൻ എഴുതി കാണിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത Q1 ഇവിടെ വരുന്നു, ദെൻ Q7 ഇവിടെ വരുന്നു. മനസ്സിലായി? Q1 ഇവിടെ വരുന്നു, Q7 ഇവിടെ വരുന്നു. ഇതാണ് അവിടെ ഫൈനലി സംഭവിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെ അതിൻ്റെ പ്രസിഡൻസ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ നമുക്ക് ചെയ്യേണ്ടത് സീക്വൻസസ്, ഫൈനൽ സീക്വൻസസ് ഇതേ സീക്വൻസിലാണ് വരേണ്ടത് എന്നുള്ള ഏത് ഹൈ പ്രയോറിറ്റി ഉള്ളത് ആദ്യം, ലാസ്റ്റ് പ്രയോറിറ്റി ലാസ്റ്റിൽ വന്ന രീതിയിൽ, ഈ രീതിയിലാണ് ഇതിൻ്റെ പ്രയോറിറ്റി നമ്പർ വെച്ചിട്ട് സീക്വൻസ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം നമുക്കൊന്ന് എഴുതാം. നമുക്ക് ഇതിനകത്ത് സ്ട്രക്ചർ വേണ്ടത് നമുക്ക് ഒരു കസ്റ്റമർ അതിൻ്റെ പ്രയോറിറ്റിയാണ് നമ്മളിതിനകത്ത് സ്ട്രക്ചറിൽ വരുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇതേ സാധനം പ്രയോറിറ്റിയും അതിൻ്റെ കാറ്റഗറി, കസ്റ്റമറിൻ്റെ കാറ്റഗറി, അതാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ അത് നമ്മളൊരു സ്ട്രക്ചറായിട്ട് എഴുതുക. LIC എന്നാണ് ടാഗ് നെയിം കൊടുത്തു. ചാർ കസ്റ്റമർ ഒരു 50 കൊടുക്കുകയാണ്. ദെൻ ഇൻറ്റിജർ പ്രയോറിറ്റിക്ക് പ്രൈവ് എന്ന് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഒരു നോഡായിട്ട് വരുന്നത്. ഇനി നമുക്ക് മെയിൻ എഴുതാം. ബാക്കി ഫങ്ഷൻസൊക്കെ നമുക്ക് വേണ്ടതൊക്കെ ഇതിൻ്റെ ഇടയിൽ എഴുതി വരാം. ഇതിനകത്ത് നമുക്ക് എത്ര കസ്റ്റമേഴ്സ് ആണ് നമുക്ക് ക്യൂവിൽ ഉള്ളതെന്നുള്ള ആദ്യം കൊടുക്കാം. നമ്മൾ നേരത്തെ ഇതിനകത്ത് ഈ 9 1 to 9 എന്നുള്ള 9 അതുപോലെ അത് റീഡ് ചെയ്യാനുള്ളതാണ്. റേഡിയോ. ഇനി അതേ സൈസിലുള്ള നോട്ട്സാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ഹീപ്പാണ് നോഡിൻ്റെ ഹീപ്പ് ഓഫ് സൈസ് n. നമ്മൾ ഇതുപോലുള്ള ഒരു ഹീപ്പ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ ഇരിക്കുമ്പോഴത്തെ ഇതുപോലത്തെ ഒരു ഹീപ്പ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 അങ്ങനെ ടോട്ടൽ 0 to 8 വരെയുള്ള 9. അപ്പോൾ n നമ്മൾ 9 എടുത്തു കഴിഞ്ഞാൽ 9 ലൊക്കേഷൻസുള്ളൊരു ഹീപ്പ് അറേയാണ് നമുക്ക് ക്രിയേറ്റ് ആകുന്നത്. ഇനി അതിനകത്തോട്ട് നമുക്ക് വാല്യൂസ് എൻ്റർ ചെയ്യണം. I is equal to 0, I less than n, then I plus plus. Printf enter category of customer. കസ്റ്റമറിൻ്റെ കാറ്റഗറി അത് റെഡി ആണ്. സ്കാൻ ചെയ്യുക. സ്കാനർ പെർസെൻറ്റേജ്. ഇത് നമ്മൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിനകത്ത് ഈ നോർമൽ പേഴ്സൺ ഇങ്ങനെ സ്പേസ് ഉണ്ട്, സ്ട്രിങ്ങിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ നോർമൽ പെർസെൻറ്റേജസ് ഇട്ട് കഴിഞ്ഞാൽ അതായത്
നോർമൽ എന്ന് പറയുന്നത് ഫസ്റ്റും പേഴ്സൺ എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്ട്രിങ്ങുമായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് സ്പേസ് കൂടെ ഇതിനകത്ത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ \n എന്നാണ് നമ്മുടെ ടെർമിനേറ്റിംഗ് ക്യാരക്ടർ. ആ രീതിയിൽ ഫോർമാറ്റ് ചെയ്യും. ദെൻ ഹീപ്പ് ഐ ഓഫ് കസ്റ്റമർ. കാറ്റഗറിയാണ് കസ്റ്റമറിനകത്ത് വരുന്നത്. ദെൻ അടുത്ത് നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ടത് എൻ്റർ പ്രയോറിറ്റി. ആ കാറ്റഗറിയുടെ പ്രയോറിറ്റിയാണ് അടുത്ത് കൊടുക്കേണ്ടത്. അത് നമ്മൾ സ്കാൻ ചെയ്യുക. സ്കാനർ %d നമ്പറാണ് ആംപർസാൻഡ് ഹീപ്പ് ഓഫ് ഐ ഡോട്ട് പ്രയോ. എത്രയാണ് നമുക്ക് ഹീപ്പ് ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ എലമെൻറ്റ് ഹീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ റീഓർഡർ ചെയ്യണം. ഹീപ്പ് അപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ബബിൾ അപ്പ് എന്ന്. അതായത് അതിൻ്റെ പാരൻറ്റിൻ്റെ ഒരു നോഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് നോഡായിട്ട് ഇൻസേർട്ട് ചെയ്യും. അതിൻ്റെ പാരൻ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മാക്സ് ഹീപ്പ് ആയതുകൊണ്ട് പുതിയ നോഡ് വലുതാണെങ്കിൽ പാരൻറ്റിൻ്റെ നോഡിനേക്കാൾ വലുതാണെങ്കിൽ അതിനെ സ്വാപ്പ് ചെയ്യും. അതാണ് നമ്മൾ ഹീപ്പ് അപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഹീപ്പ് അപ്പ് എന്നുകൊണ്ട് ഫങ്ഷൻ നമ്മൾ കോൾ ചെയ്യണം. അവിടെ നമ്മൾ ഹീപ്പ് കൊടുക്കണം. പിന്നെ അതിൻ്റെ അകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ഓരോ പ്രാവശ്യം പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എണ്ണം മാറി വരണ്ട. അപ്പോൾ I ആണ് ആദ്യം. ഇപ്പോൾ 1 ആണെങ്കിൽ 1 കൊടുക്കുക, 2 ആണെങ്കിൽ അത് 2 ആയി മാറുക. രണ്ട് എലമെൻറ്റിനെ ഹീപ്പ് അപ്പ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഇനി ഇത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രസിഡൻസ് പോസിബിൾ സീക്വൻസ് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അത് നമ്മൾ print f possible sequences. താഴത്തായിട്ട് നമുക്ക് കൊടുക്കണം. അത് നമ്മൾ DQ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ n നോട്ട്സ് ഉണ്ടെങ്കിൽ n നോട്ട്സ് വരെ ഉള്ള എലമെൻസിനെ റിപ്പീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു ഫോർ ലൂപ്പ് എഴുതുക. ഫോർ ഇൻറ്റ് i is equal to 0, i less than n, then i plus plus. ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ഹീപ്പ് ദെൻ ഹീപ്പ് കൊടുക്കുക. ദെൻ അതിനകത്ത് ഡിലീറ്റ് ചെയ്യുമ്പം നമുക്ക് ഓരോ പ്രാവശ്യം ഡിലീറ്റ് വരുന്നതോറും ഓരോ നോട്ട്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആദ്യം n നോട്ട്സ് ഉണ്ടായിരിക്കും, ദെൻ n-1 നോട്ട്സ് ഉണ്ടായിരിക്കും. അങ്ങനെ കുറഞ്ഞ് ആണ് വരുന്നത്. അപ്പോൾ അത്രയും നോട്ട്സിനെ നമുക്ക് കുറയ്ക്കേണ്ടതുള്ളത് കൊണ്ട് ഞാനൊരു വേരിയബിൾ വയ്ക്കുകയാണ്. ഇൻറ്റ് ലാസ്റ്റ് എന്നുള്ള വേരിയബിൾ വയ്ക്കുകയാണ്. അത് ഇനിഷ്യലി n-1 ഇരിക്കുന്നത്. അപ്പോൾ 9 ഉണ്ടെങ്കിൽ 9-1 8 ഇരിക്കുന്നത്. ആ ലാസ്റ്റും കൂടെ നമ്മൾ കൊടുക്കും. മനസ്സിലായി? ഡിലീറ്റ് നോഡ്. ദെൻ ആ ലാസ്റ്റിന് ഓരോ പ്രാവശ്യം കഴിയുമ്പോൾ ഡിക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് മൈനസ് കൂടെ കൊടുക്കുക. മൈനസ് ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് നമ്മുടെ മെയിൻ ഉള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് ഹീപ്പ് അപ്പ് എന്നുള്ള ഫംഗ്ഷനാണ് ആദ്യം എഴുതേണ്ടത്. അത് കാരണം അത് നമ്മൾ പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നടക്കുന്നൊരു ഓപ്പറേഷനാണ് ഹീപ്പ് അപ്പ്. അത് പുതിയൊരു എലമെൻറ്റ് വരുമ്പോൾ നടക്കുന്നത്. അത് നമുക്ക് എഴുതാം. ഹീപ്പ് അപ്പ്. അവിടെ നോഡ് ഹീപ്പ് വരുന്നുണ്ട്. ദെൻ അതിനകത്ത് വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് എലമെൻസുമാണ് ഇതിനകത്ത് വരുന്നത്. അത് എത്രയാണെന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുക്കും. ഇൻഡെക്സ്. അപ്പോൾ നമ്മൾ ഒരു എലമെൻറ്റേ ഉള്ളൂ എങ്കിൽ, കാരണം അവിടെ നമ്മൾ ഒരു എലമെൻറ്റാണ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐയുടെ വാല്യൂ 0 ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഐ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആണെന്ന്, അതായത് ഇൻഡെക്സിൻ്റെ വാല്യൂ 0 ആണെന്ന് നോക്കുക.
0 ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, റിട്ടേൺ ചെയ്ത് പോവുക അല്ലേ, വേറെ ഒന്നും ചെയ്യാനില്ല. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന നോഡിൻ്റെ പ്രയോറിറ്റിയും ഇതിൻ്റെ പാരൻറ്റിൻ്റെ പ്രയോറിറ്റിയും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ പാരൻറ്റിൻ്റെ പ്രയോറിറ്റി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പാരൻറ്റിൻ്റെ പ്രയോറിറ്റി ഇത് എവിടെ കിട്ടുന്നത്? പാരൻറ്റ് ഈസ് ഈക്വൽ ടു ഇൻഡെക്സ് -1/2. അത് ആദ്യം കണ്ടുപിടിക്കുക. ഇൻറ്റ് പാരൻറ്റ് ഈസ് ഈക്വൽ ടു പി എന്ന് കൊടുത്തിരിക്കുന്നത്, പാരൻറ്റിന് പി എന്നാണ് കൊടുത്തേക്കുന്നത്, ഇൻഡെക്സ് -1/2 ചെയ്യുമ്പോൾ പാരൻറ്റ് കിട്ടും. എന്നിട്ട് നമുക്ക് ഈ നോഡും പ്രസൻറ്റ് നോഡും പാരൻറ്റിൻ്റെ നോഡും തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ പാരൻറ്റ് നോഡ് ലെസ് ദാൻ ആണെങ്കിൽ നമുക്ക് സ്വാപ്പ് ചെയ്ത് കളയണം, രണ്ടും കൂടെ സ്വാപ്പ് ചെയ്യണം, ആണ് ചെയ്യേണ്ടത്. ഇഫ് ഹീപ്പിൻ്റെ പാരൻറ്റിൻ്റെ പാരൻറ്റും കറണ്ട് പ്രയോറിറ്റിയും ലെസ് ദാൻ ഹീപ്പിലെ കറണ്ട് നോഡിൻ്റെ ഇൻഡെക്സിലിരിക്കുന്ന നോഡിൻ്റെ പ്രയോറിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യണം. ലെസ് ദാൻ ആണെങ്കിൽ നമുക്കത് തമ്മിൽ സ്വാപ്പ് ചെയ്യണം. അപ്പോൾ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോഡ് ഒരു ടെമ്പററി വേരിയബിൾ വയ്ക്കുന്നു. ആ ടെമ്പററി വേരിയബിളിലേക്ക് ഹീപ്പിൻ്റെ പാരൻറ്റിനെ വയ്ക്കുന്നു. ദെൻ ഹീപ്പിൻ്റെ പാരൻറ്റിനകത്തോട്ട് ഹീപ്പിൻ്റെ ഇൻഡെക്സ് വയ്ക്കുന്നു. ഹീപ്പിൻ്റെ ഇൻഡെക്സിനകത്തോട്ട് ടെമ്പററി വയ്ക്കുന്നു. അപ്പോൾ സ്വാപ്പായി. സ്വാപ്പ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പാരൻറ്റ് ഇതും തമ്മിൽ സ്വാപ്പായി. ഇനി ആ ഇപ്പോഴത്തെ പ്രസൻറ്റിനോട് പാരൻ്റായി മാറി. അതിൻ്റെ പാരൻറ്റുമായിട്ട് പിന്നെ ഇത് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. മനസ്സിലായില്ലേ? അടുത്ത പാരൻറ്റുമായിട്ട് വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഹീപ്പ് അപ്പ്, ഹീപ്പ്, ദെൻ ഇൻഡെക്സിന് പകരം പാരൻറ്റ്. ഇപ്പോഴത്തെ ഇൻഡെക്സ് പാരൻ്റായി മാറുകയാണ്, പി. അപ്പോൾ ഇത്രയാണ് ഹീപ്പ് അപ്പ് അത് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഹീപ്പ് ഡൗൺ ആണ്. ഹീപ്പ് ഡൗൺ അല്ല, ഡിലീറ്റ് അല്ലേ, ഡിലീറ്റ് ഹീപ്പ്, ഡിലീറ്റ് ഹീപ്പ്. അതിൽ നമുക്ക് നോട്ട്സ് ഡിലീറ്റ് ചെയ്യാനാണ് ഡിലീറ്റ് ഹീപ്പ് ചെയ്യേണ്ടത്, നോട്ട്സിനെ ഡിലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നത് നോഡ് ഹീപ്പ്, ദെൻ അതിന് ഏത് എലമെൻ്റ് വരെ ഉള്ളതാണ്, അതായത് ലാസ്റ്റ്. അപ്പോഴെപ്പോഴും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ റൂട്ടിനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. അത് ആദ്യമേ പറഞ്ഞു, റൂട്ടിനോടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. ദ റൂട്ട് ഈസ് റിമൂവ്ഡ്, അതാണ് ആദ്യം ചെയ്യുന്നത്. മിൻ ഹീപ്പിലായാലും മാക്സ് ഹീപ്പിലായാലും മിൻ ഹീപ്പിലായാലും റൂട്ടിനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന പ്രിൻ്റ് ഓഫ് നോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് %s കാറ്റഗറിയും അതിൻ്റെ പ്രയോറിറ്റിയാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. %d \n കോമ \n ഹീപ്പ് ഓഫ് 0. റൂട്ട് എന്ന് പറഞ്ഞാൽ 0-ലാണ് ഇരിക്കുന്നത്. റൂട്ട് ഡോട്ട് കസ്റ്റമർ കോമ ഹീപ്പ് ഓഫ് 0 ഡോട്ട് അതിൻ്റെ പ്രയോറിറ്റി എന്നാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് അത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 0 ആണെന്ന് നോക്കുക. ഇഫ് ലാസ്റ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ലാസ്റ്റ് നോഡാണ്, കാരണം അതുകൂടെ തീർന്നു. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ലീഫ് ലാസ്റ്റ് അല്ല, ഹീപ്പ് ലാസ്റ്റ് അല്ല എങ്കിൽ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ലാസ്റ്റ് നോഡിനെ എടുത്ത്
അതല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് എലമെൻറ്റ് ഇൻ ദ ഹീപ്പ് ഈസ് മൂവ്ഡ് ടു ദ റൂട്ട്. അപ്പം ലാസ്റ്റിനെടുത്ത് റൂട്ടിലോട്ട് വയ്ക്കുക. ഹീപ്പ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ഹീപ്പ് ഓഫ് ലാസ്റ്റ്. അതാണ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ചെയ്യേണ്ട ഹീപ്പ് ഡൗൺ വിളിക്കുക. അപ്പം ഇത് റീപ്ലേസ് ചെയ്താൽ അടുത്ത് പറയുന്നത് എന്തുവാണ്? ദ ന്യൂ റൂട്ട് ഈസ് കമ്പയർഡ് ടു ഇറ്റ്സ് ചിൽഡ്രൻ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് സ്മാളർ ദാൻ either it is swapped with the larger child. This process, that is bubbling down or heap down, continues until the heap property is satisfied, restored. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഹീപ്പ് ഡൗൺ ആണ് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത്. ഹീപ്പ് ഡൗൺ ആണ്. അവിടെ നമ്മൾ ഹീപ്പ് പാസ് ചെയ്യുന്നു. ദെൻ അതിനകത്ത് ഇപ്പം ലാസ്റ്റിനെ റീപ്ലേസ് കഴിഞ്ഞാൽ പിന്നുള്ള എലമെൻറ്റ് ലാസ്റ്റ് -1 ആണ് അല്ലേ? ഒരെണ്ണം റീപ്ലേസ് ചെയ്തു, കാരണം ഒരു നോഡ് പോയി, പകരം നമ്മൾ ലാസ്റ്റിനെ എടുത്ത് മുകളിൽ കയറ്റി റൂട്ടിലോട്ട് വെച്ചു. അപ്പം ഇനി ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് -1. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോ നോഡും ഇങ്ങനെ ചെയ്യും. ഇനി അടുത്ത് നമുക്ക് ഹീപ്പ് ഡൗൺ ആണ് എഴുതേണ്ട. പോയി ഹീപ്പ് ഡൗൺ. ഹീപ്പ് അപ്പ് പോലെ ഇത്ര ഈസി അല്ല ഹീപ്പ് ഡൗൺ എന്നൊന്ന്. അപ്പോൾ ഇത്തിരി സ്റ്റെപ്പ് ഉണ്ട് അതിനകത്ത് എഴുതാൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്ന നോഡ് ഹീപ്പ് ഉണ്ട്, ദെൻ ഇൻഡ് ലാസ്റ്റ് ഉണ്ട്. ഇനി ഇതിനകത്ത് ഒരെണ്ണം കൂടെ പാസ് ചെയ്യണം. സ്റ്റാർട്ടിങ് എവിടെ മുതലാണെന്നുള്ളത് കൊണ്ട് കൊടുക്കണം. എവിടെ മുതലാണ് ഹീപ്പ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ ഇനിഷ്യലി 0 ആണ്. അത് നമ്മൾ ഇൻഡെക്സ് പൊസിഷൻ പറയുക. ഹീപ്പ് ഇൻഡ് ലാസ്റ്റ് ഇൻഡ് INDX ഇൻഡെക്സ്, പ്രസൻറ്റ് ഇൻഡെക്സും ഇത് ലാസ്റ്റ്. അതാണ് നമ്മൾ ഡിലീറ്റിനകത്ത് അല്ല ഹീപ്പ് ഡൗണിനകത്ത് വേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റിനോടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ചൈൽഡ് എപ്പോഴും ഈവനാണ്. ഇൻഡെക്സ് ഈവനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ റൈറ്റ് ചൈൽഡാണോ ലെഫ്റ്റ് ചൈൽഡാണോ എന്ന് നോക്കണം. അതിന് ലാസ്റ്റ് നിൽക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ റൈറ്റിലും ലെഫ്റ്റിലും തമ്മിൽ ചെറിയൊരു ഇക്വേഷൻ ഒക്കെ കണ്ടില്ലേ? ലെഫ്റ്റ് ആണെങ്കിൽ 2 × i + 1 ഉള്ളൂ, മറ്റ് 2 × i + 2 ആണ്. അപ്പോൾ ആ ഇക്വേഷനിലെ ഡിഫറൻസ് കൊണ്ട് നമ്മൾ ഈ ലാസ്റ്റ് ഇരിക്കുന്നത് ലെഫ്റ്റാണോ റൈറ്റാണോ നോക്കണം. അതിന് മുന്നേ നമ്മൾ ഇത് ലാസ്റ്റിനേക്കാൾ വലുതിലാണോ ഇൻഡെക്സ്, അതായത് നമ്മൾ ട്രാവേഴ്സ് ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ലാസ്റ്റിനോടും കഴിഞ്ഞ് പോകും. അപ്പോൾ അത് കഴിഞ്ഞ് പോയിട്ടുണ്ടോ എന്നുള്ള ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക. അതിന് മുന്നേ അത് അതിന് മുന്നേ നമ്മൾ ഈവനാണോ ഓടാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ഇഫ് ലാസ്റ്റ് (2 = 0 ആണെങ്കിൽ ഈവൻ ചൈൽഡാണ് അല്ലേ? ഈവൻ ചൈൽഡാണെങ്കിൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് അവിടെ ചെയ്യേണ്ടത് ലാസ്റ്റിനോടാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് ഇക്വേഷൻ ഇതാണ്: ലാസ്റ്റ് <(2 × i ഇൻഡെക്സ് +2 ആണെങ്കിൽ, അതായത് നമ്മൾ ലാസ്റ്റിനോടും കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങ് റിട്ടേൺ ചെയ്തു പോവുക, പിന്നെ ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അതല്ല എങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ലെഫ്റ്റ് ചൈൽഡാണ്, ലാസ്റ്റ് ഇല്ല എങ്കിൽ ലെഫ്റ്റ് ചൈൽഡാണ് നിൽക്കുന്നത് ആണെങ്കിൽ ഇവിടെ നമ്മൾ എൽസ് ഇഫ് ലാസ്റ്റ് (2 × INDX +1) കാരണം ഈ കണ്ടീഷൻ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മീൻസ് ദിസ് ചൈൽഡ് ഈസ് എ ലെഫ്റ്റ് ചൈൽഡിന് ഇതാണ് ഇക്വേഷൻ ആണെങ്കിൽ അതും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുക. മനസ്സിലായി? ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആണെങ്കിൽ റിട്ടേൺ ചെയ്ത് പോവുക. ലാസ്റ്റ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കറണ്ട് ഇൻഡെക്സിനേക്കാൾ കൂടി പോയി കഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻഡെക്സിനേക്കാൾ കൂടുതൽ കറണ്ട് ഇൻഡെക്സ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതും അല്ലെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻഡെക്സ് ഇപ്പം നിൽക്കുന്ന ഇൻഡെക്സ് <(= ലാസ്റ്റ് ആണെങ്കിൽ ആണ് നമ്മൾ
പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് റൈറ്റ് ചൈൽഡാണോ നിൽക്കുന്നതെന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇഫ് ഇൻഡെക്സ് കറണ്ട് ഇൻഡെക്സ് ഇൻറ്റു 2 + 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാസ്റ്റ് ആണോ നോക്കുക. ആണെങ്കിൽ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഈ ഇൻഡെക്സ് പൊസിഷനിലിരിക്കുക, അതായത് ഇതിൻ്റെ ലെഫ്റ്റ് ഇൻഡെക്സും റൈറ്റ് ഇൻഡെക്സിലെയും ഇത് തമ്മിൽ കമ്പയർ ചെയ്യാം. ഇതിൽ വലുതാരാണെന്ന് നോക്കണം. മനസ്സിലായി? നമുക്കിപ്പോൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് ലാസ്റ്റ് നോഡാണെങ്കിൽ അല്ല, ഡിലീറ്റ് ചെയ്ത് കളയേണ്ടത് ലാസ്റ്റ് നോഡാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് നോഡിൽ അല്ല, ഇൻസേർട്ട് ചെയ്ത് ഈ മുകളിലേക്ക് വന്ന് ഇത് നമ്മൾ പോപ്പ് ഡൗൺ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ലാസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്ത് ഇതിനെ റിമൂവ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൻ്റെ അടുത്ത് ഇവിടെ വയ്ക്കും. ഇവിടെ വെച്ചിട്ട് അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ മാക്സ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇതിൽ ഈ ലെഫ്റ്റിലും ചൈൽഡിലും റൈറ്റിലും ഏറ്റവും വലുതാരാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. മനസ്സിലല്ലേ? ഇപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഈ ചെക്കിങ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റൈറ്റ് ചൈൽഡ് ഉണ്ടെന്നാണ് എൻ്റെ മെയിൻ. റൈറ്റ് ചൈൽഡ് ഉണ്ടെങ്കിൽ ഈ ലെഫ്റ്റും റൈറ്റിലും വലുതാരാണെന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇഫ് ഹീപ്പ് ഓഫ് ഇൻഡെക്സ് ഇൻറ്റു 2 + 1 ഡോട്ട് പ്രയോറിറ്റി ഗ്രേറ്റർ ദാൻ, അത് ലെഫ്റ്റ് ചൈൽഡ് റൈറ്റ് ചൈൽഡിനേക്കാൾ എൻ്റെ പ്രയോറിറ്റിയേക്കാൾ വലുതാണോ എന്ന് നോക്കുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. ഇൻഡെക്സ് ഇൻറ്റു 2 + 2 ഡോട്ട് പ്രയോ ആണോ നോക്കുക. ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ലെഫ്റ്റ് ചൈൽഡാണ് വലുത്. ലെഫ്റ്റ് ചൈൽഡാണെങ്കിൽ ഇപ്പോഴത്തെ ഇൻഡെക്സ് ലെഫ്റ്റ് ചൈൽഡിനേക്കാൾ ചെറുതാണോ എന്ന് നോക്കുക. അപ്പം ഈ എക്സിസ്റ്റിംഗ് ഹീപ്പിൻ്റെ, അതായത് നമ്മൾ റീപ്ലേസ് ചെയ്ത് വന്ന ഹീപ്പിൻ്റെ ഇൻഡെക്സ്, ഹീപ്പിൻ്റെ പ്രയോറിറ്റി ലെസ് ദാൻ ലെഫ്റ്റ് ചൈൽഡിൻ്റെ ഹീപ്പ് ഓഫ് ndx into 2 + 1 ഇതിൻ്റെ പ്രയോറിറ്റിയേക്കാൾ കൂടുതലാണോ ചെറുതാണോ നോക്കുക. ചെറുതാണെങ്കിൽ സ്വാപ്പ് ചെയ്യണം. കാരണം ലെഫ്റ്റും കറണ്ട് നോഡും തമ്മിൽ സ്വാപ്പ് ചെയ്യണം അല്ലേ. അതിന് സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്വാപ്പ് എന്നുള്ള ഫംഗ്ഷൻ എഴുതണം. അത് രണ്ടും നടത്ത് വരുന്നതുകൊണ്ട് നമ്മൾ സ്വാപ്പ് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് സിംഗിൾ നോഡായതുകൊണ്ട് അഡ്രസ്സ് അരയായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇതിൽ സിംഗിൾ നോഡായതുകൊണ്ട് അഡ്രസ്സാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി ആയി പോകാം. INDX ഹീപ്പ് ഹീപ്പ് of INDX into 2 + 1 INDX 2 + 1. അത് കഴിഞ്ഞിട്ട് വീണ്ടും, അപ്പോൾ ഇത് തമ്മിൽ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അത് തമ്മിൽ വീണ്ടും ഹീപ്പ് ഡൗൺ ചെയ്യണം. ഹീപ്പ് ഡൗൺ ഹീപ്പ് അവിടെ നമ്മൾ നെക്സ്റ്റ് ചൈൽഡ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അടുത്ത നോഡായിട്ട് മാറുന്നത്. അപ്പോൾ ഈ നമ്മൾ ലെഫ്റ്റ് ചൈൽഡാണ് ഇരിക്കുന്നത്. ഇൻഡെക്സ് ഇൻറ്റു 2 + 1 അല്ലേ. ദെൻ ലാസ്റ്റ് ഓക്കെ. ഇത്രയാണ് നമ്മൾ റൈറ്റ് ഇൻഡെക്സ് ഉണ്ടെങ്കിൽ ചെയ്യാനുള്ളത്. അല്ല, റൈറ്റ് ഇൻഡെക്സ്
ഇതിനേക്കാൾ വലുതാണ് ലെഫ്റ്റ് ഇൻഡെക്സ് എങ്കിൽ ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ തിരിച്ചാണ് ചെയ്യേണ്ടത്, എൽസ്. കാരണം റൈറ്റ് ഇൻഡെക്സ് ആണ് വലുത്. റൈറ്റ് ഇൻഡെക്സ് ആണ് വലുതെങ്കിൽ നമ്മൾ ഇഫ് ഹീപ്പ് ഓഫ് ഇൻഡെക്സ് ഡോട്ട് പ്രയോ ലെസ് ദാൻ ഹീപ്പ് ഓഫ് ഇൻഡെക്സ് ഇൻറ്റു 2+2 റൈറ്റ് ഇൻഡെക്സിൻ്റെ പ്രയോറിറ്റി യേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ടത് കറണ്ട് ഹീപ്പും INDX ഹീപ്പ് റൈറ്റ് ഇൻഡെക്സ് 2+2 തമ്മിൽ സ്വാപ്പ് ചെയ്യണം. ദെൻ ഹീപ്പ് ഡൗൺ വീണ്ടും ചെയ്യുക. ഹീപ്പ് ഡൗൺ ഹീപ്പ് INDX ഇൻറ്റു 2+2 ആണ്. 2+2 ആണ് അടുത്ത നോഡ്. ദെൻ ലാസ്റ്റ് സ്പോട്ട് കഴിഞ്ഞു. ദെൻ ഇത് കഴിഞ്ഞു. ഇനി ഇത് റൈറ്റ് ഇൻഡെക്സ് ഇല്ല എങ്കിൽ, റൈറ്റ് നോഡ് ഇല്ല എങ്കിൽ അടുത്ത് നമുക്ക് അതിനകത്ത് ലെഫ്റ്റ് നോഡേ ഉള്ളൂ എങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ലെഫ്റ്റ് നോഡിൻ്റെ ഇൻഡെക്സ്. എൽസ് ഇഫ് INDX ഇൻറ്റു 2+1 less than or equal to last ആണ് നോക്കുക. ആണെങ്കിൽ വീണ്ടും നമ്മൾ ഇതേ ഇൻസ്ട്രക്ഷൻ ഈ കറണ്ട് ഹീപ്പിൻ്റെ INDX ഡോട്ട് പ്രയോ ലെസ് ദാൻ കറണ്ട് ലെഫ്റ്റ് ഹീപ്പിൻ്റെ 2+1 ഡോട്ട് പ്രയോ ആണെങ്കിൽ അത് തമ്മിൽ സ്വാപ്പ് ചെയ്യാം. സ്വാപ്പ് ആമ്പർസാൻഡ് ഹീപ്പ് INDX ആമ്പർസാൻഡ് ഹീപ്പ് INDX into 2+1 then heap down heap INDX into 2+1 last ലെഫ്റ്റ് ഇൻഡെക്സിൻ്റെ അതേ സാധനം ഇവിടെ വീണ്ടും എഴുതുന്നു. ഇനി നമുക്ക് സ്വാപ്പ് എന്നുള്ള ഫംഗ്ഷൻ കൂടെ എഴുതാനുണ്ട്. വോയിഡ് സ്വാപ്പ്. അപ്പം അതിനകത്ത് നോഡ് സ്റ്റാർ N1 നോഡ് സ്റ്റാർ N2 ഈ രണ്ട് നോഡാണ് വരുന്നത്. ആ രണ്ട് നോഡ് തമ്മിൽ സ്വാപ്പ് ചെയ്യണം. നോഡ് T is equal to star N1 star N1 is equal to star N2 N2 star N2 is equal to T. ഓക്കെ, ഇത്രയാണ് സ്വാപ്പ് ചെയ്യേണ്ടത്. ഇനി നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം, എറർ ഉണ്ടോ എന്ന് നോക്കാം. സ്കാനപ്പും പ്രൈസിൻ്റെ ഒരു പ്രശ്നമാണുള്ളത്. 84-87 84
ഒരു എററിൻ്റെ ആയിരുന്നു, കണക്ട് ചെയ്തിട്ടുള്ള എററായിരുന്നു കിടന്നത്. ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഇൻ്റഗർ അവർ എൻ്റർ കീയുടെ ഒരു പ്രശ്നം അവിടെ വന്നിട്ടുണ്ട്. സ്ട്രിങ് റീഡിനെടുത്ത് വരുന്നൊരു വിഷയമാണത്. അപ്പോൾ എൻ്റർ കീ നമ്മൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് അടിച്ചിട്ട് ഒരു എൻ്റർ അടിക്കുമ്പോൾ ആ എൻ്റർ ഇവിടേക്ക് വരുന്നു, അതൊരെണ്ണം വളയുക. ദെൻ എൻ്റർ കസ്റ്റമർ അടിച്ചിട്ട് വരാൻ സാധ്യതയുണ്ട്, അതും ഇവിടെ ഒരു എൻ്റർ കൊടുക്കുക. നോക്കാം. എൻ്റർ കീയെ കളയാൻ വേണ്ടി നമ്മളതിൻ്റെ പെർസെൻറ്റേജിനും ഫോർമാറ്റ് പെർസെൻറ്റേജിനും ഇൻവെർട്ടർ കോമയ്ക്കും ഇടയിൽ സ്പേസ് കൊടുത്താൽ മതി, അതങ്ങ് പോകും. കാറ്റഗറി നമുക്ക് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റയാണ് നമുക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടത്. ആദ്യത്തെ നോർമൽ പേഴ്സൺ, പ്രയോറിറ്റി 1, ദെൻ സീനിയർ സിറ്റിസൺ, category number 3, then differently abled, category number 4, defense person, category number 2, then senior citizen, category number 3, then differently abled, category priority number 4, then normal person, category number 1, വീണ്ടും differently abled, category number 4, then defense person, category number 2. ഓക്കെ, ഇത് കണ്ടില്ലേ? ഡിഫറൻ്റ്ലി ഏബിൾഡ് 3 പേരും ആദ്യം വന്നു, ദെൻ സീനിയർ സിറ്റിസൺ 3 ഉള്ളത് 2 പേര് വന്നു, ദെൻ ഡിഫൻസ് പേഴ്സൺസ് 2 പേര് വന്നു, ദെൻ നോർമൽ പേഴ്സൺ 3. ഇവരുടെ പ്രയോറിറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് പോസിബിൾ സീക്വൻസസ്. ഇത്രയും പേര് ഇങ്ങനെ റാൻഡമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെ പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രസറൻസ് കൊടുത്തിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സീക്വൻസസ് ഇതാണ്. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് ഇതിൽ കഴിഞ്ഞു. ഇനി ഈ ഹീപ്പിൽ നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് കൂടെ ഉണ്ട്. നിങ്ങൾ 18th എക്സ്പെരിമെൻ്റാണ്. അത് ഹീപ്പ് വെച്ച് തന്നെയാണ് ചെയ്യേണ്ടത്, മെർജ് ചെയ്യേണ്ടത്. അത് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.